ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇനി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ പത്മകുമാറിനെ സംബന്ധിച്ചുള്ള നമ്മൾക്കൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയിലേക്കുള്ള തെളിവുകളും കണ്ടെത്തലുകളും. അപ്പോൾ ഒരു സ്വർണ്ണക്കൊള്ള കൊണ്ട് നടത്തിയ ദുരൂഹമായ ഇടപാടുകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. എന്നോടൊപ്പം അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഇതുവരെ നമ്മൾ കേട്ടതും കണ്ടതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിന്റെ ദിശ മാറുകയാണോ? ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന തെളിവുകൾ അനുസരിച്ച് സാമ്പത്തിക ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ്, ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയതായി പറയുന്നുണ്ട്. ഇതിന് ആധികാരികമായ ഡോക്യുമെന്റ്സ് ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലാണ് അന്വേഷണം എന്ന് പറയാം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രധാനമായും അയാൾക്കൊപ്പം ഈ കേസിൽ മറ്റൊരു പ്രതിയാണ് പത്മകുമാർ എന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതും പ്രതിപട്ടികയിലുമുള്ള മറ്റ് പ്രതികളെ അപേക്ഷിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദവും ബന്ധവുമുള്ളത് പത്മകുമാറിനാണ് എന്നുള്ളത് സംബന്ധിച്ചും SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സമയം നീണ്ടു നിന്ന ഒരു പരിശോധന ഒരുപക്ഷെ പത്മകുമാറിൻ്റെ വീട്ടിൽ തന്നെയാകും. പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്ന് പ്രധാനമായും ഈ ഭൂമി സംബന്ധമായ ഇടപാടുകളും അതുപോലെ തന്നെ പണമിടപാടുകളുടെയും ഒക്കെ രേഖകളാണ് പരിശോധിച്ചത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്മകുമാറും പോറ്റിയും തമ്മിൽ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ പത്മകുമാറിൻ്റെ വീട്ടിൽ, അതായത് പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിട്ടിരുന്ന കാലത്ത് പത്മകുമാറിൻ്റെ വീട്ടിൽ വരുന്ന അത്രയും സൗഹൃദം, അവിടെ താമസിക്കുന്ന അത്രയും സൗഹൃദം പോറ്റിയുമായിട്ട് ചേർന്നുണ്ടാവുന്നത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിൽ SITക്ക് സംശയിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഗൂഢാലോചനയൊക്കെ ആ വീട്ടിൽ വെച്ചാണോ നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. കാരണം തിങ്കളാഴ്ച ഈ പോറ്റിയെ ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിന് ബലം നൽകുന്ന തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പരിശോധനയുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ കൂടുതൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രതിപട്ടികയിലേക്ക്, അതായത് മുഖ്യ പ്രതിയായി മാറുകയാണെങ്കിൽ, ഇപ്പോൾ ഈ തെളിവുകൾ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ കണ്ടതിനും അപ്പുറത്തേക്ക് പത്മകുമാറിനെ കുരുക്കുന്ന രീതിയിലുള്ള മൊഴികൾ വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിന് ഉള്ള അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന്? ഇനി പത്മകുമാറിനെ കുരുക്കുന്ന മൊഴികൾ ഇനി വരാൻ സാധ്യത കുറവാണ്. കാരണം പത്മകുമാറിനെ കുരുക്കുന്ന മൊഴികളാണ് ഇതുവരെ കിട്ടിയത് അത്രയും. അതുകൊണ്ടാണ് പത്മകുമാർ കുരുങ്ങിയത്. ഇനി ആരൊക്കെ കുരുക്കുന്ന മൊഴിയാണ് പത്മകുമാർ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പത്മകുമാറിൻ്റെ മൊഴികൾ ഇനി ഏറ്റവും പ്രധാനമാണ്. കാരണം ഇനി ബ്ലാങ്കായിട്ട് കിടക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അത് ഫില്ല് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പത്മകുമാറിനാണ്. കാരണം ഫില്ല് ചെയ്യപ്പെടുമ്പോൾ പലരും നമ്മൾ ഈ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? പ്രതിപട്ടികയിൽ ഇപ്പം ഒരു 2 FIRലായിട്ട് കുറേ പ്രതികളെ അന്വേഷണ സംഘം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ FIRലുള്ള പ്രതികളിലേക്ക് മാത്രമാണ് അന്വേഷണം ഇപ്പോഴും നടക്കുന്നത്. അവരെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനപ്പുറം പുതിയതായിട്ട് പ്രതിപട്ടികയിലേക്ക് ഇതുവരെ ആരെയും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെയുള്ള അന്വേഷണത്തിൽ. ഇനിയിപ്പോൾ പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലിൽ ഈ പ്രധാനമായിട്ടും ഇനി അറിയേണ്ടത് ഈ ഗോൾഡ് എന്ത് ചെയ്തു, ഗോൾഡ് എങ്ങോട്ട് പോയി, ഗോൾഡ് എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് വരണമല്ലോ. ഗോൾഡ് കൊണ്ടുവരാതെ യഥാർത്ഥ സ്വർണം റിക്കവറി ചെയ്യാതെ ഈ കേസ് തന്നെ നിൽക്കില്ല. അപ്പോൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു അന്വേഷണ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അതിന് പത്മകുമാറിൻ്റെ മൊഴി പ്രധാനമാണ്. അതിലിപ്പം പത്മകുമാർ ഇനി എൻ്റെ ബോസ് ആയിരുന്നത് കടകംപള്ളിയാണെന്ന് പറഞ്ഞാലോ, അതല്ലെങ്കിൽ എൻ്റെ ബോസ് തന്ത്രിയാണെന്ന് പറഞ്ഞാലോ, അതല്ല അതിനും അപ്പുറം അതിനേക്കാൾ അധികാരമുള്ള സ്ഥാനങ്ങളിൽ വല്ലവരും ഉണ്ട് ഇതിനാണ് നിയന്ത്രിച്ചത്. കാരണം പത്മകുമാറിനെ വാസുവിനെയൊക്കെ ഒരേപോലെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് പവറുള്ള ആൾക്കാർ ഉണ്ടാകാം. കാരണം വാസുവും പത്മകുമാറും തമ്മിൽ തർക്കമുള്ള കാലമായിരുന്നു. ആ സമയത്ത് രണ്ടുപേരെയും ഒരേപോലെ അനുസരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പത്മകുമാർ പറയുന്നത് അതേപോലെ വാസു കേൾക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഇവരെ എല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ശക്തി വേറെ ഉണ്ടോ? അപ്പോൾ ഒരു വല്ലാത്ത ദുരൂഹമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഇനി ഇതിന്റെ ഇടപാട് എന്താണ് നടന്നത്? കാരണം നേരത്തെ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, യഥാർത്ഥ സ്വർണ്ണ പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ 15 ലക്ഷം രൂപ കൂടുതൽ അവർക്ക് കിട്ടത്തില്ല. അതല്ല എന്നുള്ളതാണ് ഇത് ഇപ്പോഴും SIT ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും SITക്ക് അറിയില്ല ഈ ഗോൾഡ് എവിടെയാണെന്ന്.